മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു നല്ല തന്ത്രി, LICയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, നമ്പൂതിരിയായിരുന്നു, ചേർപ്പ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആളാണ്. കറകളഞ്ഞ നമ്പൂതിരിയാണ്, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു. EMSൻ്റെയൊക്കെ സജീവനാണ്. 10-15 കൊല്ലത്തെ ബന്ധം ഞാനുമായിട്ട് അദ്ദേഹത്തിനുണ്ട്. അതിനേക്കാളും നല്ലത് എനിക്ക് അദ്ദേഹമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുകയാണ്. അദ്ദേഹം വളരെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്. നമ്മളുടെ 1, 2, 3 ലെക്ചറൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസമൊക്കെ ഉപേക്ഷിച്ച് LICയിലെ ട്രേഡ് യൂണിയൻ്റെയൊക്കെ ഒരു ഉയർന്ന ലെഫ്റ്റിസ്റ്റ് സംഘടനയിലുണ്ടായിരുന്ന ആൾ, അതൊക്കെ ഉപേക്ഷിച്ച് വേദമൊക്കെ നല്ലോണം പഠിച്ച ആളായത് കാരണം ക്ഷേത്രതന്ത്രത്തിലേക്ക് വന്നു. വളരെ റിച്ചാണ്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരെ വേദം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി, തന്ത്രം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്ത്, അക്കോമഡേഷൻ കൊടുത്ത്. സക്സസ് ആയില്ല. കുറച്ച് പേരെ വന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ പോയി. അദ്ദേഹം വളരെ റിജിഡായിട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് വർക്ക് ചെയ്തില്ല. അദ്ദേഹം ഒരിക്കൽ എന്നോട് ചോദിക്കേണ്ടായി, വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ചോദ്യമാണ്. ഡോക്ടർ ഗോപാലകൃഷ്ണനോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയുള്ള വീക്ഷണമുള്ളവർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കുന്നത്. പഴയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള വീക്ഷണമുള്ളവർ ഇന്നുണ്ട്. അവർക്ക് കൂടിയായിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളെ ഇങ്ങനെ സയൻസ് കൊണ്ട് വിവരിക്കാൻ ശ്രമിക്കണോ? നമ്മുടെ ആചാരങ്ങളെ സയൻസ് കൊണ്ട് വിവരിക്കാൻ ശ്രമിക്കണോ? ഗണപതി ഹോമത്തെ എല്ലാം സൾഫർ ഡയോക്സൈഡും ഫീനോളും പൈറസീൻ തുടങ്ങിയ വാക്കുകളൊക്കെ കൊണ്ട് വിവരിക്കാൻ ശ്രമിക്കണോ? വേദമന്ത്രങ്ങളെയെല്ലാം സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ ശ്രമിക്കണോ? അത് ആത്മീയത എന്ന ശാഖയിലിരുന്നാൽ പോരെ. എന്തിനാ അതിനെ സയൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക? സയൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു വാക്കില്ല, ഞാൻ തൽക്കാലം ഉണ്ടാക്കിയതാണ്. നല്ല ചോദ്യമായിരുന്നു. ഞാൻ തിരുമേനിയോട് പറയുകയുണ്ടായി, തിരുമേനി, ആത്മീയതയായിട്ട് തന്നെ നിൽക്കട്ടെ. സാമ്പാറിനെ പുളിശ്ശേരിയാക്കണ്ട. സാമ്പാറായിട്ടും പുളിശ്ശേരിയായിട്ടും അവിയലായിട്ട് നിൽക്കട്ടെ. പക്ഷെ തിരുമേനി, KPC അനുജൻ ഭട്ടതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ ശ്രേഷ്ഠനായിട്ടൊരു തന്ത്രിയാണ് അനുജൻ ഭട്ടതിരിപ്പാട്. അനുജ എന്നാ എല്ലാവരും വിളിക്കുക. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഈ സാമ്പാറായിട്ടും അവിയലായിട്ടും പുളിശ്ശേരിയായിട്ടും നിലനിൽക്കുമ്പോൾ സാമ്പാറിൻ്റെ ഗുണങ്ങൾ നമ്മൾ സയൻസ് ഉപയോഗിച്ച് പറയുന്നതിൽ തെറ്റുണ്ടോ? സാമ്പാറിലുള്ള മല്ലിപ്പൊടി മെഡിസിനലാണ്. സാമ്പാറിൽ ഉള്ളതായ ജീരകം മെഡിസിനലാണ്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടർമറിക് ആൻറ്റിസെപ്റ്റിക്കാണ്. മഞ്ഞൾപ്പൊടി നല്ലതാണ്. ഈ സാമ്പാറിൽ നമ്മളിടുന്ന മുളക് കൂടുതലായ ഡേഞ്ചറസ് ആണ്. കുറച്ച് ആൻറ്റി ഇറിറ്റൻറ്റും ഡൈജസ്റ്റൻറ്റുമാണ്. ചില സ്ഥലത്ത് വെളുത്തുള്ളി സാമ്പാറിനിടും. വെളുത്തുള്ളി നല്ലതാണ്. സാമ്പാറിന് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ അത് അവരവൻ്റെ ഇഷ്ടം. അപ്പോൾ കുറേ കറിവേപ്പില നമ്മൾ സാമ്പാറിന് ഇടുന്നുണ്ട്. അതിൻ്റെ സയൻസ് ഇതാണ്. ഇപ്പം കരിവേപ്പിലയുടെയും അതിലിടുന്ന ജീരകത്തിൻ്റെയും അതിലിടുന്നതായിട്ടുള്ള മല്ലിപ്പൊടിയുടെയും മല്ലി ഇലയുടെയും വെജിറ്റബിൾസിൻ്റെയും ഗുണങ്ങൾ സയൻസ് ഉപയോഗിച്ച് പറയുന്നതിൽ തെറ്റുണ്ടോ? അല്ല പുളിശ്ശേരിയുടെ ഗുണങ്ങൾ സയൻസ് ഉപയോഗിച്ച് പറയുന്നതിൽ തെറ്റുണ്ടോ? അവിയൽ എന്ന് പറയുന്ന വൈവിധ്യമാർന്ന വെജിറ്റബിൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന മഹത്വം, അതിലുള്ള നാളികേരത്തിൻ്റെ ഫൈബർ കണ്ടന്റ്, ലോവർ ചെയിൻ ഫാറ്റി ആസിഡ് ശരീരത്തിന് എങ്ങനെ ഉപയോഗിക്കാം, ഇത് വിവരിക്കുന്നതിൽ തെറ്റുണ്ടോ? അതില്ല. അപ്പോൾ ഈ ലോകത്തിലെ ഏത് കാര്യങ്ങളും ആത്മീയതയായിട്ട് നിലനിൽക്കട്ടെ. അത് സയൻസ് കൂടി ചേർത്ത് വിവരിച്ചാൽ സമൂഹത്തിൽ കുറേ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാകുമെങ്കിൽ സയൻസ് വേണമെന്നുള്ളവർക്ക് സയൻസ് ചേർത്ത് ഉപയോഗിക്കാം. മാനേജ്മെന്റ് കൺസെപ്റ്റ് വേണമെന്നുള്ളവർക്ക് മാനേജ്മെന്റ് കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് അതിനെ സ്വീകരിക്കാം. ആ ആത്മീയതയുടെ സാഹിത്യഭാവം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, വേദമന്ത്രങ്ങൾ, അതിൻ്റെ സാഹിത്യമാണ് ആസ്വദിക്കാൻ ചിലർക്ക് താല്പര്യമെങ്കിൽ അതുപയോഗിച്ച് വിവരിക്കാം. അപ്പോൾ ഒരേ പൂവ് പൂക്കച്ചവടക്കാരനും ഒരു പെൺകുട്ടിയും ഒരു പൂജാരിയും ഒരു കവിയും ഒരു റീത്ത് ഉണ്ടാക്കുന്ന ആളും ഒരു കെമിസ്ട്രി പഠിച്ച ആളും ഒരു ബോട്ടണി പഠിച്ച ആളും ഒരേ പൂവിനെ കാണുന്നത് പല രീതിയിലാവുന്നത് കൊണ്ട് തെറ്റുണ്ടോ? എല്ലാവരും പൂവിനെ പൂജാരി വിവരിക്കുന്ന മാതിരി മാത്രമേ വിവരിക്കാവൂ എന്ന് പറയുന്നത് ശരിയാണോ തിരുമനസ്സേ?
ആ തിരുമേനി എന്നെക്കാൾ ഒരു 10-25 വർഷം 20 വയസ്സെങ്കിലും മൂത്ത ആളാണ്. അദ്ദേഹം തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതാ ശരി. ഞാൻ പറഞ്ഞു, ഗണപതി ഹോമത്തെക്കുറിച്ചാണ് അങ്ങനോട് സൂചിപ്പിച്ചത്. ഗണപതി ഹോമത്തിൽ ആത്മീയതയുണ്ട്. ആൺചരട്ട ഹോമിക്കുമ്പോൾ ഇന്ദ്രശ്രേഷ്ഠാനി ദ്രവിണാനി ദീഹിം ജിത്തിൻ ദക്ഷസ്യ സുഭഗത്വമസ്മേ കോശം രയീണാമനിഷ്ഠിം തനൂനാം സ്വാത്മാനം വാചാ ശ്രുതിനത്വമന്നാ ദ്രവാസുത്വാ സുക്ഷതിക്ഷയന്തോ വ്യാ അസ്മത്പാശം വരുണോ മുമോചത് അപവന്വാനാദിതീരുപസ്ഥായൂയം പാദസ്വസ്തിഭിः സദാനഃ. എനിക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും ശ്രേഷ്ഠങ്ങളായ ദ്രവ്യങ്ങൾ എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ ഇന്ദ്രദേവ എന്ന് പറഞ്ഞ് ഗണപതിയോട് പ്രാർത്ഥിക്കാം. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, ഇന്ദ്രിയങ്ങളുടെ രാജാവ് ഇന്ദ്രൻ, അത് മനസ്സാണ്. അപ്പൊ ആ മനസ്സിന് ബോധ്യപ്പെടുത്തുകയാണ് എനിക്ക്. അതേ ഗണപതി ഹോമത്തിൽ ചിരട്ട കത്തുമ്പോൾ ഫീനോൾ ഉണ്ടായി, ചകിരി കത്തുമ്പോൾ സൾഫർ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഉണ്ടായി, നാളികേരം കത്തുമ്പോൾ പൈറസിൻസ് ഉണ്ടായി. ഇതെല്ലാം ഗണപതി ഹോമത്തിന്റെ സുഗന്ധത്തിന്റെ ഭാഗമാണ്. കുറച്ചു നേരത്തേക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ അതാ വീട്ടിനകത്തുള്ള രോഗാണുക്കളെ മുഴുവനും ഇല്ലാതെയാക്കുമെന്ന അൾട്രാ മോഡേൺ സയൻസാണ്. അൾട്രാ മോഡേൺ സയൻസാണ്. ആര് വിശ്വസിച്ചാലും വിരോധം, വിശ്വസിച്ചില്ലെങ്കിലും വിരോധമില്ല. ഫ്യൂമിഗേഷൻ ഉപയോഗിക്കുന്നത് സൾഫർ ഡയോക്സൈഡുമാണ്. പല ക്രീമിലും ഉള്ളത് ഫിനോളിക് കോമ്പൗണ്ടാണ്, ആന്റിസെപ്റ്റിക് ആയിട്ടുള്ളതാണ്. ആ പൈറസീൻസ് ആണ് ശരിക്കും വെളിച്ചെണ്ണയെ ആന്റി ബാക്ടീരിയൽ ആക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് ഗണപതി ഹോമത്തിൽ പറഞ്ഞാൽ ഗണപതി ഹോമത്തിന്റെ മഹത്വം കുറയൊന്നുമില്ലല്ലോ. നമ്മുടെ പൈതൃകത്തിന്റെ മഹത്വമായിട്ട് കൂടുകയും ചെയ്യും. സയൻസ് ഉപയോഗിച്ചും വിവരിക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ ചിലരെന്നോട് പറയാറുള്ളതിനൊരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ആത്മീയതയായിട്ട് നിലനിൽക്കട്ടെ, സയൻസായിട്ട് നിലനിൽക്കട്ടെ, ഇതെന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത് എന്ന ചോദ്യത്തിന് വേദമന്ത്രങ്ങൾ കേട്ടാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ, വേദമന്ത്രങ്ങൾ കേട്ടാൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ, ക്യൂറേറ്റീവ് കെമിക്കൽസ് എന്ന ഹോർമോണുകൾ ഉണ്ടാകുമെങ്കിൽ അതിനൊക്കെ അതേ ലാംഗ്വേജ് ഉപയോഗിച്ച് വേദത്തിന്റെ മഹത്വം വിവരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ന് വരെ കേൾക്കാത്തവർക്ക് അത് വലിയൊരു പ്രചോദനമാവില്ലേ? എന്നാലോചിച്ചൊക്കെ മഹാഭാരതം വീട്ടിലിരുന്ന് പഠിച്ച് മോക്ഷം കിട്ടേണ്ടതാണ്, അതിന് മാത്രമുള്ളതാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എത്രയോ 1000 കോടി രൂപ മുടക്കിയിട്ട് മഹാഭാരതം ഒരു സിനിമയാക്കാനായിട്ട് ചങ്കൂറ്റത്തിൽ ആരെങ്കിലും മുമ്പോട്ട് വരുമോ? നമ്മുടെ രാമായണത്തിലെ മാഹിഷ്മതി എന്ന രാജ്യത്തെക്കുറിച്ച് അത് രാമായണത്തിൽ ഇരുന്നോട്ടെ എന്ന് ചന്ദ്രമൗലി വിചാരിച്ചിരുന്നെങ്കിൽ ഈ ലോകം ഞെട്ടിപ്പോയ 2 സിനിമ, ബാഹുബലി 1ഉം ബാഹുബലി 2ഉം വരുമായിരുന്നോ? ഓർമ്മിക്കാം, നമ്മളുടെ പൈതൃകത്തിലെ ഏതൊക്കെ തരത്തിൽ വിവരിക്കാൻ ശ്രമിച്ചാലും ഒന്നും മറ്റൊന്നിനെ കൗണ്ടർ ചെയ്യാനല്ല, സപ്പോർട്ട് ചെയ്യാനാണ്, കോംപ്ലിമെന്റ് ചെയ്യാനാണ്. അങ്ങനെ തന്നെ പഠിക്കണം. ചിലർക്ക് അതിൽ എതിർപ്പ് തോന്നിയേക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യം. പല രീതിയിൽ വേദ സാഹിത്യം എന്ന വാക്കാണ്, വേദിക് ലിറ്ററേച്ചർ എന്നാണ് പറയേണ്ടത് പോലും. അതിൻ്റെ ആത്മീയത, അതിൻ്റെ ഭൗതികത, അതിൻ്റെ ശാസ്ത്രീയത, അതിൻ്റെ മനഃശാസ്ത്രം, അതിൻ്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, അതിൻ്റെ നരവംശ ശാസ്ത്രം, ആന്ത്രോപോളജിക്കൽ കൺസെപ്റ്റ്, അങ്ങനെ വേദത്തെ പഠിച്ചു നോക്കാം. ഇടുങ്ങിയ വേദം പിന്തിരിപ്പന്മാരുടെയും ബ്രാഹ്മണരുടേതും ആണ് എന്ന് പറയുന്നതിന് പകരം അത് ലോകത്തിൻ്റെതാണെന്ന് പറയാൻ നമുക്ക് എത്ര എളുപ്പത്തിൽ സാധിക്കും, വൈവിധ്യമാർന്ന രീതിയിൽ അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഓർമ്മിക്കുക, ആത്മീയതയും ശാസ്ത്രവും ഭാരതത്തിൽ എന്നും കോംപ്ലിമെന്ററി ആയിരുന്നു, ഒരിക്കലും കോൺട്രഡിക്ടറി അല്ല. പക്ഷേ ക്രിസ്തുമതത്തിലാണ് ഇത് എന്നും കോൺട്രഡിക്ടറി ആയിരുന്നത്. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവനെ കൊല്ലാൻ പോയി, ഡാർവിനെ കൊല്ലാൻ പോയി എവല്യൂഷൻ തിയറി പറഞ്ഞതിന്, ശാസ്ത്രജ്ഞന്മാരുടെ നഖം പിഴുതെറിഞ്ഞ് കയ്യും കാലും ഒക്കെ വലിച്ചു കെട്ടിയിട്ട് കൊലവിളിച്ച സ്ഥലം നിങ്ങൾ ഈ ലണ്ടനിൽ പോയാൽ കാണാൻ സാധിക്കും. എന്തോ കോപ്പർനിക്കസും ഗലീലിയോ ഒക്കെ ഈ അച്ഛന്മാരുടെ അടുത്തും ഈ ക്രിസ്ത്യാനികളുടെ അടുത്തും രക്ഷപ്പെട്ടതാ. ഉറക്ക ഭൂമി പരന്നതാണെന്നും പതുക്കെ ഭൂമി ഉരുണ്ടതാണെന്നും വരെ പറയേണ്ടി വന്നു ശാസ്ത്രജ്ഞന്മാർക്ക്. ക്രിസ്തുമതം പോലെ ഇത്രയും പ്രാകൃതമായിട്ടുള്ളത്, ആദത്തിലും അവയിൽ നിന്ന് മനുഷ്യനുണ്ടാക്കി അതിൻ്റെ പേരിൽ പാപികള് ആയി, ആ പാപം തീർക്കാൻ ഒരു കന്യകയിൽ ദൈവം ഗർഭം ഉണ്ടാക്കി, എന്നിട്ട് ആ കന്യകയിൽ ഉണ്ടാക്കിയ ഗർഭത്തിനെ കുരിശിലേറ്റി കൊന്നു.
ഈ ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു മതം പ്രവർത്തിക്കാം. പക്ഷെ ഭാരതത്തില് അങ്ങനെ സയൻസ് കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒരാചാരവുമില്ല. സത്യമാണത്. വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്നുള്ളതും ആൽമരത്തിന് പ്രദക്ഷിണം വെക്കണമെന്നും രാവിലെ 5:30 എഴുന്നേൽക്കണമെന്നും കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കണമെന്നും ഭൂമി തൊട്ട് തലയിൽ വെക്കണം വേണമെങ്കിൽ എന്നുള്ളതും ആഴ്ചയിലൊരിക്കലും ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിക്കണമെന്നും അമ്പലത്തിൽ പോകണമെന്നും പ്രദക്ഷിണം വെക്കണമെന്നും കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി കഴിക്കണമെന്നും നിങ്ങൾ നോക്കാം. വിശാഖ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും തുളസിയെ ഈശ്വരനായിട്ടും ആൽമരത്തെ ദൈവീകമായിട്ട് പൂജിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പുറകിലെല്ലാം സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്ന അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ട് സയൻസ് ആത്മീയത എഴുതിയ ആചാര്യന്മാരും മഹർഷിമാരായിരുന്നു. സയൻസ് എഴുതിയ ആചാര്യന്മാരും മഹർഷിമാരായിരുന്നു. അതെന്തെങ്കിലും ഒരു ദിവസം കൂടുതലായിട്ട് പറയാം. ഇതെല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കണം. പ്രണാമം, നമസ്കാരം.